ഇഷാൻവിയോട് കഥ പറയാം അപ്പൂപ്പൻ. ഇഷാൻവിക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. ഇഷാൻവി വലുതായി കഴിഞ്ഞാൽ അപ്പോൾ അന്നൊക്കെ അപ്പോഴത്തേക്കൊക്കെ അപ്പൂപ്പൻ ചത്തുപോയി കാണും. എന്നിട്ട് ഈ വീഡിയോ ഇഷാൻവി കാണും. ഇഷാൻവിക്ക് ആ കഥ മനസ്സിലാവും. അപ്പൂപ്പനൊരു അപ്പൂപ്പനുണ്ടായിരുന്നു, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുഞ്ഞമ്പിള്ള നായർ. ഇഷാൻവിയെ കൊണ്ട് നടക്കുന്നതിൻ്റെ കൂട്ട് എൻ്റെ അപ്പൂപ്പൻ ഇവിടെ കൊണ്ട് നടക്കുമായിരുന്നു. കഥ കേൾക്ക. അപ്പൂപ്പന് ആനപ്പാപ്പാനായിരുന്നു. ഇവിടെ ഈ വസ്തുവിലെല്ലാം നല്ല കൃഷിയായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം നല്ല കൃഷിക്കാരായിരുന്നു. കൃഷിക്കാർ, പശുവിനെ വളർത്തുന്നവർ ഒക്കെ ആയിരുന്നു. അന്നേരം അപ്പൂപ്പന് രാവിലെ കിളയ്ക്കാൻ പോകും. എനിക്കൊരു 2.5 വയസ്സ് 3 വയസ്സുള്ളപ്പോൾ മുതൽ അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു ഞാൻ കിടക്കുന്നത്. എനിക്ക് ഓർമ്മയാ കാലം വരെ, ഒരു 10-11 വർഷം വയസ്സ് വരെ അപ്പൂപ്പനോടൊപ്പം അവർ കിടക്കുന്നത്. ഇവിടെയൊക്കെ കാച്ചില്, ചേന എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഇതുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇവിടെ റബ്ബറും ഒക്കെ വെച്ച് അങ്ങ് പോയി. ഇവിടെ എല്ലാം കൃഷി, നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയാണെന്നറിയാം, എൻ്റെ അപ്പൂപ്പനെ. ഇഷാൻവി ഇപ്പം കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്ക് ഓടി വരത്തില്ലയോ, അതുപോലെ ഇതൊക്കെ എന്നോടൊപ്പം എപ്പോഴും അപ്പൂപ്പൻ്റെ കൂടെ ഞാൻ കാണും. എന്നെ കൊച്ചു കൈവിടാമോൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എന്തെങ്കിലും തമാശയൊക്കെ പറയുമ്പോൾ കൊച്ചു കൈവിടാമോനെന്ന്. അന്നേരം അതെനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇവിടെ കിഴങ്ങ് കൃഷി, കാച്ചില്, ചേന, ചേമ്പ്, നെൽകൃഷി, കപ്പ കൃഷി എല്ലാം ഉണ്ടായിരുന്നു. കപ്പ അധികം ഇല്ലായിരുന്നു, ബാക്കിയുള്ളതൊക്കെ ആയിരുന്നു. കിഴങ്ങ് പടത്തിയൊക്കെ മേപ്പോട്ട് വിടുമായിരുന്നു. കിഴങ്ങൊന്നും കുഞ്ഞ് കണ്ടിട്ടില്ല, ഇപ്പോഴത്തെ തലമുറയൊന്നും കണ്ടിട്ടില്ല. പിന്നെ അപ്പൂപ്പൻ എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അപ്പൂപ്പൻ മരിക്കുന്നത്. ഞാൻ മാത്രമേ അന്ന് കരഞ്ഞുള്ളൂ. അപ്പൂപ്പൻ്റെ 3 മക്കളുണ്ട്. എൻ്റെ അച്ഛന് 2 പെങ്ങന്മാർ, അവരാരും കരഞ്ഞില്ല. ഞാൻ മാത്രമേ കരഞ്ഞുള്ളൂ. എൻ്റെ അമ്മൂമ്മ പോലും കരഞ്ഞില്ല. അപ്പൂപ്പൻ ആശുപത്രി കിടക്കുമ്പോഴൊക്കെ ഞാനായിരുന്നു അവിടെ കൂട്ടിരുന്നത്. മറ്റുള്ള ഞാനും എൻ്റെ അമ്മയും, ഞങ്ങളുടെ അച്ഛനും അച്ഛൻ്റെ പെങ്ങന്മാരും ഒക്കെ വന്ന് വിസിറ്റ് ചെയ്ത് സുഖാന്വേഷണമൊക്കെ നടത്തിയിട്ട് പോകുന്നവരായിരുന്നു. ഇപ്പോഴും ആശുപത്രി കിടപ്പ് എൻ്റെ ഭാഗമാണ്. എൻ്റെ അച്ഛൻ, അതായത് നിൻ്റെ വല്യപ്പൂപ്പന് ആശുപത്രി കിടക്കുമ്പോഴും, നിൻ്റെ വല്യമ്മൂമ്മ ആശുപത്രി കിടക്കുമ്പോഴും എല്ലാം കൂട്ടിക്കിടക്കുന്ന നിൻ്റെ ഈ അപ്പൂപ്പനായ ഞാനാണ്. ബാക്കി ആരും കിടന്നിട്ടില്ല. അതാണ് കാര്യം. അന്നേരം കുഞ്ഞ് വലുതാകുമ്പോൾ ഈ അപ്പൂപ്പനെ ഓർക്കണം, ഈ വീഡിയോ കാണണം. വേണ്ടേ, പണ്ട് ഇവിടെ ഒരു ഓടിട്ട വീടായിരുന്നു. ഓടിട്ട ഫ്രണ്ടിലൊരു വരാന്ത, കൈയഴിയുള്ള ജനല്, പിന്നെ 2 മുറി, 3 മുറി, ഇടയ്ക്കൊരു ഹോസ്പിറ്റൽ മുറി, പിന്നെ അടുക്കള. ഇത്രയായിരുന്നു. ഇപ്പോഴും എൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ കാണുന്ന വീട് അതാണ്. പിന്നെ എരുത്തിൽ ഉണ്ടായിരുന്നു, പണ്ടൊരു എരുത്തിലായിരുന്നു, അത് തീ കത്തിപ്പോയി. പിന്നെ എൻ്റെ അച്ഛൻ, അതായത് എൻ്റെ വല്യപ്പൂപ്പൻ പണിത എരുത്തിലാണ് ഇത്. മനസ്സിലായോ? ഇത് കുഞ്ഞ് വലുതാകുമ്പോൾ ഈ വീഡിയോ കാണുമോ? അതുപോലെ അപ്പൂപ്പൻ കൃഷിക്കൊക്കെ കിളയ്ക്കാനൊക്കെ പോകുമ്പോൾ എനിക്കൊരു കൊച്ചു പൂന്താലി ഉണ്ടായതുണ്ട്. ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ പോയി കിളയ്ക്കുമായിരുന്നു. അന്നേരം പൊടിയൻ എന്ന് പറഞ്ഞൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു, മുടിപ്പിനുള്ള. ഞാനും എൻ്റെ പൊയ്യനും കൂടെ കിളയ്ക്കാൻ പോകുന്നത് എന്ന് പറയും. പൊടിയൻ അപ്പൂപ്പൻ്റെ കൂടെ പോകുമായിരുന്നു. പൊടിയൻ അവിടെ ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിക്കും, ഞാനും കൂടെ അവിടെ നിന്ന് ആഹാരം കഴിക്കുമായിരുന്നു. ഞാനും എൻ്റെ പൊയ്യനും എന്നായിരുന്നു പറയുന്നത്. പൊടിയൻ അപ്പൂപ്പനൊക്കെ മരിച്ചുപോയി. ഇതെല്ലാം ഓർമ്മകളാണ്. പിന്നെ ഈ കണ്ടത്തിൽ, നമ്മൾ ഈ വയലിലെ നെല്ല് കൊയ്യുമ്പോൾ അവിടെ മൂടക്കിടുക എന്ന് പറയും. അതായത് നെല്ല് ആരും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി മൂടക്കിടും. മൂടക്കിട്ടിട്ട് അവിടെ കാവൽ കിടക്കും. ഒരു ചെറിയ ഈ കച്ചി കൊണ്ടുണ്ടാക്കിയ ചെറിയ ഒരു കുടിൽ ഉണ്ടാക്കും. അതിനകത്താണ് രാത്രി കിടക്കുന്നത്. രാത്രി കിടക്കുന്നത് വലിയ സന്തോഷമാണ്.
രാത്രി ഇറങ്ങി നിലാവ് കണ്ടുകൊണ്ട് ഇവിടെ എല്ലാം ഇറങ്ങി നടക്കാം. നല്ല രസമാണ്, ഒരു സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെയാണ്. ഈ ഭൂമിയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇതെല്ലാം നിറച്ച് കൃഷികളായിരുന്നു. ഈ വൃക്ഷങ്ങളൊന്നും അന്നില്ല പണ്ട്, പിന്നീട് ഉണ്ടായതാണ്. അതാണ് കാര്യം. അപ്പൂപ്പൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഈ നമ്മുടെ വയലൊന്നും ഇതുപോലെ കാട് പിടിച്ച് കിടക്കുമല്ലായിരുന്നു കേട്ടോ. കുളമൊക്കെ അപ്പൂപ്പൻ ഞാൻ വെട്ടിയതാണ്. അതിന് മുമ്പ് ഇവിടെ എല്ലാം നെൽകൃഷിയായിരുന്നു. ഈ മാവ് അന്നേയുണ്ട്. മാവ് നിൻ്റെ വല്യപ്പൂപ്പൻ്റെ പ്രായം, അതായത് ജനാർദ്ദന അപ്പൂപ്പൻ്റെ പ്രായമാണ്. ഇങ്ങനെയാണ് കാര്യം. ഇവിടെ ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ കഥ? ഈ കഥ നിനക്ക് മനസ്സിലാവുന്നേ ഒരു 10-15 വർഷം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. അന്ന് ചിലപ്പോൾ അപ്പൂപ്പൻ കാണത്തില്ല. അത് കുഞ്ഞി കഥ മനസ്സിലാക്കണം കേട്ടോ. കേട്ടോ? ആ